ഈ 6 നിർണയിക്കുന്നതിന് വേണ്ടി ആണ് കൂടിയത്. പക്ഷെ രസകൽപ്പന പല വിധത്തിലാണ്. ഭദ്രകാപ്യൻ പറഞ്ഞത് രസം ഒന്നേ ഉള്ളൂ. ഏത് രസമായാലും നാവാണതറിയുന്നത്. ഇന്ദ്രിയാർത്ഥങ്ങളിൽ നാവിന് വിഷയമാണ് എല്ലാ രസങ്ങളും, ഇന്ദ്രിയാർത്ഥങ്ങളെല്ലാം. അത് വെള്ളത്തിലാണ് ഉണ്ടാകുന്നത്. ഇന്ദ്രിയാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ടതായ രസം ഒരെണ്ണം, 5 ഭൂതതന്മാത്രകളിൽ, പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളിൽ പ്രധാനപ്പെട്ട രസം നാവിൻ്റെയാണ്. ആ രസം ജലത്തിൻ്റെയാണ്. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ എന്ന് ഭദ്രകാപ്യൻ പറഞ്ഞു. അപ്പോൾ ശാകുന്തേയ ബ്രാഹ്മണൻ നല്ലൊരു വൈദ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ദോഷത്തെ ഛേദിച്ച് കളയുന്നതും ദോഷത്തെ ശമിപ്പിക്കുന്നതും എന്ന് രസം 2 ഉണ്ട്. ദോഷം ഛേദിച്ച് കളയുന്ന രസങ്ങളുണ്ട്, ദോഷത്തെ ശമിപ്പിക്കുന്ന രസങ്ങൾ. അപ്പോൾ മൗദ്ഗല്യകുലജാതനായ പൂർണ്ണാക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, ഛേദനീയം, ഉപശമനീയം, സാധാരണമെന്ന് രസങ്ങൾ 3 അപ്പോഴാണ് കൗശികേയനായ ഹിരണ്യാക്ഷൻ എഴുന്നേൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സാധുള്ളതും ഹിതവും, സാധുള്ളതും അഹിതവും, സാധില്ലാത്തതും ഹിതവും, സാധില്ലാത്തതും അഹിതവും, ഇങ്ങനെ 4 രസം. അപ്പോഴാണ് കുമാരശിര ഭരദ്വാജൻ എഴുന്നേൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഭൗമം, ഔദകം, ആഗ്നേയം, വായവീയം, ആന്തരീക്ഷം എന്നിങ്ങനെ രസം 5 വിധം. അപ്പോഴാണ് രാജാവായ വാര്യോവിതൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗുരു, ലഘു, ശീതം, ഉഷ്ണം, സ്നിഗ്ധം, രൂക്ഷം എന്നിങ്ങനെ രസങ്ങൾ 6 വിധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് വിദേഹ രാജാവായ നിമി, ആയുർവേദത്തിലെ ഏറ്റവും പ്രശസ്തമായി ഓർക്കുന്ന പേരുകളിൽ ഒന്നാണ് നിമി. അത്യന്ത ആധുനിക നേത്രചികിത്സ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു തന്ത്രമാണ് നിമിതന്ത്രം. നേത്രചികിത്സയുടെ സർവകാലത്തെയും ആചാര്യനാണ് നിമി. അദ്ദേഹം വിദേഹ രാജധാനിയിൽ രാജാവായി, നല്ല വൈദ്യനുമായി. അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ്, ക്ഷാരം എന്നിങ്ങനെ രസങ്ങൾ 7. ബാൽഹികത്തിലെ ഒരു വൈദ്യശ്രേഷ്ഠനുണ്ടായിരുന്നു, കാങ്കായനൻ. ഈ പേരെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്, നിമിയെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, രസങ്ങളുടെ ദ്രവ്യാശ്രയം, ഗുരുത്വാദി ഗുണം, ധാതുപോഷണാദി കർമ്മം, സംസ്കാരഭേദം എന്നിവയാൽ അസംഖ്യേയമാണ്. വീണ്ടും സദസ്സിൻ്റെ അധ്യക്ഷൻ പുനർവസു ആത്രേയൻ എഴുന്നേറ്റ് പറഞ്ഞു, മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് എന്ന 7 രസങ്ങളുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കർമ്മങ്ങളോ അതിൻ്റെ രൂപങ്ങളോ ആണ്. ദോഷഛേദനവും ദോഷശമനവും ഷഡ്രസങ്ങളുടെ കർമ്മങ്ങളാണ്. അവയുടെ മിശ്രീഭാവമാണ് സാധാരണത്വം. സ്വാദും അസ്വാദും ഷഡ്രസങ്ങളുടെ ആസ്വാദനത്തിലുള്ള ഇച്ഛയും ദ്വേഷവുമാണ്. അല്ലാതെ അവയൊന്നും രസമല്ല. ഹിതവും അഹിതവും രസപ്രഭാവമാണ്. പഞ്ചമഹാഭൂതങ്ങൾ ദ്രവ്യത്തിലുള്ള അവയുടെ വികാരം രസത്തിൻ്റെ ആശ്രയമാണ്. ദ്രവ്യങ്ങളുടെ പ്രകൃതി, വികൃതി ദേശകാലങ്ങൾക്ക് അധീനവുമാണ് എന്ന് അദ്ദേഹം കൽപ്പിച്ചു.
ഗുരു, ലഘു, ഉഷ്ണം, സ്നിഗ്ധം, രൂക്ഷം എന്നിവ രസാശ്രയങ്ങളായ ദ്രവ്യഗുണങ്ങളാണ്, രസമല്ല. ക്ഷരണസ്വഭാവമുള്ളതാണ് ക്ഷാരം. ഭസ്മങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അനേക രസമുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന ക്ഷാരത്തിൽ എരിവും ഉപ്പും പ്രധാനമാണ്. അതാണ് അതിൻ്റെ രസം. രസങ്ങളുടെ അവ്യക്തമെന്നാൽ പ്രകൃത്യാ ഉള്ള അന്നരസമോ അനുരസമോ അനുരസം ചേർന്ന ദ്രവ്യത്തിലുള്ളതോ ആകുന്നു. രസങ്ങളുടെ ആശ്രയാശ്രയീ ഭാവങ്ങൾ അസംഖ്യത്വമുള്ളതുകൊണ്ട് രസങ്ങളും അസംഖ്യങ്ങളാണെന്ന് പറഞ്ഞതും ശരിയല്ല. എന്നാൽ ഷഡ്രസങ്ങളിൽ ഓരോന്നും ഈ ആശ്രയാദിഭാവങ്ങളുടെ വ്യത്യാസം കൊണ്ട് ആശ്രിതമായ മധുരാദി രസങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നില്ല. ആകെ രസങ്ങൾ 6 ഉള്ളൂ. അവ വ്യത്യാസപ്പെടുന്നത് 1 at a time, 2 at a time, 3 at a time, 4 at a time, 5 at a time, 6 at a time. അങ്ങനെ കോമ്പിനേഷൻ കൊണ്ട് 63 ആയാലും രസം 6 ഉള്ളൂ. 63 അവയുടെ ആകെ മൊത്തം കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻസ്. ആ രസങ്ങൾ അനുപാത വ്യത്യാസം കൊണ്ട്, എന്ന് പറഞ്ഞാൽ മധുരം 1%, ഉപ്പ് 99%, മധുരം 2%, ഉപ്പ് 98%. ആ രീതിയിൽ കോമ്പിനേഷൻസ് എടുത്താൽ അസംഖ്യേയങ്ങളാണ്. അപ്പോഴും രസം 6 മാത്രമാണ്. ഈ രീതിയിലാണ് ആ ചർച്ച പോയത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആഗ്നേയദ്രവ്യങ്ങൾ, ജലാധിക്യദ്രവ്യങ്ങൾ, വായവ്യദ്രവ്യങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി മധുരം, അതിൻ്റെ തന്നെ മധുരം മുഖ്യമായിട്ട്, കടുമുഖ്യമായി, അങ്ങനെ വരുന്ന 63 രസങ്ങളുടെ. അപ്പോൾ രസാനുക്രമത്തിൽ ഉണ്ടാക്കിയാൽ അസംഖ്യേയങ്ങൾ. ആദ്യം രുചിക്കുമ്പോൾ ആർദ്രമാകുന്നത് രസം, അത് കഴിഞ്ഞ് രുചിക്കുന്നത് അനുരസം. ചില പദാർത്ഥങ്ങൾക്ക്, നെല്ലിക്ക എത്ര രസമുണ്ട്. നെല്ലിക്ക തന്നിട്ടുണ്ടോ? എത്ര രസമുണ്ട്. നെല്ലിക്കയ്ക്ക് എത്ര രസമുണ്ട്. ഉപ്പില്ല, ഉപ്പൊഴിച്ചുള്ള എല്ലാ രസവും. 5 രസങ്ങളും ഉള്ളതാണ് നെല്ലിക്ക. ഉപ്പ് മാത്രം ചേർത്താൽ സമ്പൂർണ്ണ ആഹാരമായി. അപ്പോൾ അങ്ങനെ വരുന്ന രസങ്ങളും അനുരസങ്ങളും, ദേശം, കാലം, വയസ്സ്, അളവ്, വീര്യം, രസം എന്നിവകൾക്ക് പരാപരത്വവുമുണ്ട്. അതും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. കേരളം, എൻ്റെ തൊട്ടടുത്തേതാ തമിഴ്നാട്. അപ്പോൾ കേരളത്തിന് പരയാണ് തമിഴ്നാട്, കേരളത്തിന് അപരത്വമുള്ളതാണ് ആന്ധ്ര. മനസ്സിലായി എൻ്റെ ആ രീതി? അപ്പോൾ അതിൻ്റെ തൊട്ട് കിടക്കുന്നതിന് കുറേ ഗുണങ്ങളുണ്ടാവും. ഒരു ദേശം എടുത്താൽ, ഒരു നദിയാൽ ചുറ്റപ്പെട്ട ദേശം എടുത്താൽ, ആ ദേശത്തിൻ്റെ തൊട്ടടുത്ത ദേശത്തിന് ഈ ദേശത്തിൻ്റെ ചില ഗുണങ്ങളുണ്ടാവും. കളവ്, വഞ്ചന, ചതി, നന്മ, സത്യം, എല്ലാത്തിലും. മനസ്സിലായി? അവരുടെ തൊട്ടപ്പുറത്തേക്ക് പോയാൽ സ്വഭാവമാകെ മാറും, അപരത്വം വരും. പര അപരത്വം. കാലത്തിനുമുണ്ട്. പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം. പ്രഭാതത്തിന് മധ്യാഹ്നം അപരയും, അല്ല സായാഹ്നം അപരയും, മധ്യാഹ്നം പരയുമാണ്. അങ്ങനെ ഓരോന്നിനും. വയസ്സിനുമുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകൂടുമ്പോൾ പറയുന്നത് അപരത്വമുള്ളതിനോട് കൂട്ടുകൂടരുത്, വരവരയാകാം. കൊച്ചു കുഞ്ഞും ഒരു വൃദ്ധനും കൂടെ ഇരുന്ന് കൂട്ടുകൂടിയാൽ, ചങ്ങാതിമാരായാൽ സംഗതി ദശ.
അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അത് ഓരോന്നിനുമുണ്ട്. വയസ്സിനെ യുക്തിക്ക്. അപ്പോൾ ദ്രവ്യങ്ങളുടെ ചേർച്ചയാണ് സംയോഗം. സംയോഗം 3 വിധമാണ്: ദ്വന്ദ്വകർമ്മജം, സർവകർമ്മജം, ഏകകർമ്മജം. വൈശേഷിക മതമനുസരിച്ച് അന്യതര കർമ്മജം, ഉഭയകർമ്മജം, സംയോഗജം എന്ന് 3ആയിട്ട് അതിരിക്കുന്നത്. അവയെല്ലാം മാത്രയിൽ വളരെ കൃത്യമായി ദ്രവ്യത്തിൻ്റെ ഈ കണക്കുകളും അതിൻ്റെ രീതികളും എല്ലാം പറഞ്ഞു. അതെങ്ങനെ ഒന്ന് വേറൊന്നിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു, ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഭിന്നമാകുന്നത് എങ്ങനെയാണ്, ഘടവും പടവും പോലെ. ചേർച്ച എങ്ങനെയാണ്, അതിനനുസരിച്ച് പൃഥക്ത്വം 3 വിധമാണ്: അസംയോഗം, വിലക്ഷത, അനേകത. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. പിന്നെയാണ് മാനം, പരിമാണം, മാനം. അത് ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഹത്ത്, അണു, ദീർഘം, ഹ്രസ്വം, പരിമണ്ഡലം എന്നിങ്ങനെ 5 വിധ പരിമാണങ്ങളും ആത്രയൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ആ പരിമാണം വച്ചുകൊണ്ട് 6 രസങ്ങളുടെ സംയോഗവും പറഞ്ഞു. രസം എങ്ങനെ ഉണ്ടാവും? ഭൂമിയും അഗ്നിയും ചേർന്ന് അമ്ലവും, ജലവും അഗ്നിയും ചേർന്ന് ലവണവും, ഭൂമിയും ജലവും ചേർന്ന് മധുരവും, വായുവും അഗ്നിയും ചേർന്ന് എരിവും, വായുവും ആകാശവും ചേർന്ന് കയ്പും, വായുവും ഭൂമിയും ചേർന്ന് ചവർപ്പും ഉണ്ടാകുന്നു. അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഇത് കൂടി വരും. ഭൂമി അണുവിനെ, ഭൗമ അണുവിനെ ജലാണുവുമായി സംയോജിച്ച് ആണ് മധുരമുണ്ടാകുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ സ്വഭാവമായ, ജലത്തിൻ്റെ സ്വഭാവമായ ഘനത്വം മധുരത്തിന് കൂടുതലാകയാൽ മധുരം അധോമാർഗീയമാണ്. മധുരം താഴെയാണ് നിൽക്കുന്നത്. അതിനെല്ലാം വർണ്ണിച്ചു ഈ പരിഷത്ത്. വളരെ വളരെ ശ്രദ്ധേയമായി. പിന്നെ മധുരം എന്തെല്ലാം കാര്യങ്ങളെ ചെയ്യും, പുളി എന്തെല്ലാം കാര്യം ചെയ്യും, എന്തെല്ലാം രോഗങ്ങൾ മധുരം തന്നെയായാലുണ്ടാവും, ഉപ്പ് തന്നെയായാലുണ്ടാവും, പുളി തന്നെയായാലുണ്ടാവും. അതുകൊണ്ട് എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്? നിങ്ങൾക്ക് അവിടെ ഇല വെച്ചാണ് തന്നതെന്ന് തോന്നുന്നു. Am I right? ചിലർ വിളമ്പാൻ അറിയാത്തവരായിരുന്നു തോന്നുന്നു. നിങ്ങളുടെ നാവാണ് ആ മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. നിങ്ങളുടെ നാക്കാണ് നാക്കലയായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. നാവിൻ്റെ അറ്റത്താണ് ഉപ്പ്. അതുകൊണ്ട് ഇലയുടെ അറ്റത്താണ് ഉപ്പ്. ഉപ്പ്, ഉപ്പേറി, ഉപ്പിലിട്ടത്, അങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് വിളമ്പുന്നത്. അതിൽ ചോറ് എന്ന് പറയുന്നത് കൂടുതലാണ്, അത് മധുരമാണ്. ഷഡ്രസം, മധുരപ്രായം എന്നതാണ് കേരളത്തിൻ്റെ ഭക്ഷണ രീതി. 6 രസങ്ങളും അനുരസങ്ങളും അതിലുണ്ടാവും. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ഒരു രോഗവും ഉണ്ടാവും. എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഇലയിലൊന്നും കാണുകയില്ല, വല്ല ചപ്പും ചവറുമല്ല. അങ്ങനെ കഴിക്കാൻ ശീലിച്ചാൽ അത് വലിയ കാര്യമാണ്. അത് ആ രസങ്ങളെ വെച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ പഠനമാണ്. ഞാനതിലേക്ക് ശ്രദ്ധിച്ചു പോകാമെന്ന് വെച്ചപ്പോഴാണ് അതിൻ്റെ സാങ്കേതികത്വം നിങ്ങളിൽ ചിലർക്ക് ഉറക്കം വരുത്തുന്നത്.
ഞാൻ സാങ്കേതികമാകാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ചെറുതായി തൂങ്ങാൻ തുടങ്ങി. ഇവിടെയാണെങ്കിൽ ഇവരൊന്നും നിങ്ങൾക്ക് തൂക്കി തന്നു വിടുകയില്ല. അപ്പോൾ പിന്നെ വെറുതെ തൂങ്ങാമെന്നുള്ളതേ ഉള്ളൂ, ഇല്ലേ? അതുകൊണ്ട് വളരെ രസമായ ഈ രസങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചു കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെല്ലാം ദോഷങ്ങൾ. അത് വളരെ വിപുലമാണ് ആ പഠനം. ഒരു രസം തന്നെ ഒരിക്കലും കഴിക്കരുത് നിത്യമായി. ഇതൊക്കെ അതിനകത്ത് വരും. ഇനിയാണ് രസം കഴിഞ്ഞാൽ അതിനകത്ത് വേറൊന്നുണ്ട്, വീര്യം, വേറൊന്നുണ്ട് വിഭാഗം. നാവിലറിയുന്നത്, പ്രത്യക്ഷമായി അറിയുന്നത് രസം, അനുമാനിച്ചറിയുന്നത്, കർമ്മം കൊണ്ട് അനുമാനിച്ചറിയുന്നത് വിഭാഗം, പ്രത്യക്ഷ അനുമാനങ്ങളെ കൊണ്ടറിയുന്നത് വീര്യം. അങ്ങനെ മൂന്നാണ്. മൂന്നും അല്ലാവുന്നുണ്ട് പ്രഭാവം, ഔഷധ പ്രഭാവം. അത് ഈ നിയമത്തിനൊന്നും ബാധകമല്ല. അതാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ വൈദ്യകേസരികൾ എടുത്ത് പ്രയോഗിക്കുന്നത് പലപ്പോഴും. അതിൽ രസമാണ് ആഹാരം, വീര്യമാണ് ഔഷധം. പക്ഷെ ഇന്ന് 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 വീര്യമാണ് ഭക്ഷണം. പഴയകാല ഭക്ഷണങ്ങളിൽ ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക് അല്ലെങ്കിൽ എരിവ്, ഇതൊന്നും ഇത്രയും തീക്ഷ്ണമായില്ല. ഒരു ആയുർവേദ ഫാക്ടറിക്കകത്ത് കയറി നിൽക്കുന്ന പ്രതീതിയാണ് വീട്ടിലെ അടുക്കളയിലിപ്പോൾ. വീര്യം കൂടിയതെല്ലാമാണ് അടിച്ചു തരുന്നത്. പിന്നെ ഒരു ഔഷധവും ഫലിക്കില്ല. മസാലകൾ കൊണ്ടുള്ളൊരു കളിയാണ്. Am I right? ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറയും സ്വാമി വെജിറ്റേറിയനാണ്, പക്ഷെ മണം കേട്ടിട്ട് വിശ്വസിക്കാൻ പ്രയാസം. ആശ്രമങ്ങൾ പോലും അങ്ങനെയാണ്, കഴിക്കാനാവില്ല. ഇത് വീര്യം കൂടിയ ഭക്ഷണമാണ്. വീര്യമുള്ളത് അകത്തി എന്നാൽ ആരോഗ്യത്തെ വല്ലാതെ നശിപ്പിക്കും. ഇതിനൊക്കെ കാരണമായി പറയുന്നത് സായിപ്പ് കഴിക്കുന്നതാണ്. സായിപ്പ് കഴിക്കില്ല. സായിപ്പ് ഒരു ഹോട്ടലിൽ ചെന്നാൽ പച്ചക്കറി ആയാലും മാംസമായാലും മത്സ്യമായാലും വേവിച്ചവിടെ വെക്കുകയുള്ളൂ. അവൻ്റെ മുമ്പിൽ കൊണ്ടുപോകും. സൈഡിൽ ഉപ്പുണ്ടാവും, കുരുമുളക് പൊടി ഉണ്ടാവും, സാധനമൊക്കെ ഉണ്ടാവും. അതിൽ എത്ര വേണമെന്ന് തീരുമാനിക്കുന്ന അവനാണ്. മനസ്സിലായില്ല? ഇത് മലയാളി ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ഇതിൻ്റെ ഒരു ബഹളമാണ്. വീടുകളിലും അതേം തോന്നും. കൊച്ചു കുഞ്ഞിനായാലും മുതിർന്നതിനായാലും ഒക്കെ ഈ മസാലയുടെ ഒരു ബഹളമാണ്. ഈ പൊറോട്ടയും മസാലയും ഒക്കെ കൂടി വളരെ ചെറുപ്പത്തിൽ തള്ളി കയറ്റി കിഡ്നിയും കളഞ്ഞ് ഹൃദയവും കളഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങളെയും ചുവന്ന് നടക്കുകയാണ്. നേരം വെളുത്ത വൈകുന്നവരെ കുഞ്ഞുങ്ങളെയും ചുവന്ന് നടക്കാനാണ് നേരം. കാശുണ്ട്, പിന്നെ പേടിക്കാനില്ല. Am I right? ശരിയാണോ? അതുകൊണ്ട് അതാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഭദ്രകാപ്യത്തിൽ ആത്രേയൻ പറഞ്ഞു കൊടുത്തത് വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ചാണ്. ആഹാര വൈരുദ്ധ്യം അത് വളരെ വിപുലമായാണ് പറഞ്ഞു കൊടുത്തത്. ആഹാര വൈരുദ്ധ്യം വളരെ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളിലൊന്നാണ്. എങ്ങനെയാണ് വിരുദ്ധ ആഹാരങ്ങൾ രൂപാന്തരപ്പെടുന്നത്? അത് സ്രോതസ്സുകളെ ദുഷിപ്പിക്കും, ദോഷങ്ങളെ ദുഷിപ്പിക്കും, ധാതുക്കളെ ദുഷിപ്പിക്കും,
ദുഷിച്ച ദോഷങ്ങളും ധാതുക്കളും കൂടി മലങ്ങളെ ദുഷിപ്പിക്കും. ആ മലങ്ങൾ മലായനങ്ങളെ ദുഷിപ്പിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വിരുദ്ധാഹാരം ആമവാദമുണ്ടാക്കും, ആമവിഷമുണ്ടാവും, അഗ്നിമാന്ദ്യമുണ്ടാവും, സ്രോതസ്സുകളെ അടയ്ക്കും, ധാതുവിനെ ദുഷിപ്പിക്കും. രക്തത്തെ ദുഷിപ്പിക്കും, മരണത്തെ ഉണ്ടാക്കും. ധാതുവിനെ ദുഷിപ്പിക്കും, ധാതുഗത രോഗങ്ങളുണ്ടാക്കും. ഇവയെല്ലാം വെച്ച് വളരെ ഗംഭീരമായി ചരകം ഭദ്രകാപ്യത്തിൽ വിരുദ്ധാഹാരങ്ങളെ നിർണയിക്കുന്നുണ്ട്. അത് ആത്രേയൻ പറഞ്ഞതിൻ പ്രകാരം പറഞ്ഞാൽ ദേശം, കാലം, അഗ്നി, മാത്ര, സാൽമ്യം, ദോഷം, സംസ്കാരം, വീര്യം, കോഷ്ടം, അവസ്ഥ, ക്രമം, പരിഹാരം, ഉപചാരം, പാകം, സംയോഗം, ഹൃദയം, ശുഭഗുണം, വിധി എന്നിവയ്ക്ക് വിരുദ്ധമായതെല്ലാം അഹിതമാണ്. അതാണ് അതിനെ പൊതുവെ പറഞ്ഞത്. ഒന്ന്, അതുകൊണ്ട് ദേശവിരുദ്ധം. ഒരു ദേശത്ത് താമസിച്ചുകൊണ്ട് ജാങ്കലദേശത്തോ മരുപ്രദേശത്തോ താമസിക്കുന്നവർ രൂക്ഷങ്ങളും തീഷ്ണങ്ങളുമായ ഗുണങ്ങളുള്ള ഔഷധമോ ആഹാരമോ സേവിക്കുന്നതും അനൂപദേശത്തുള്ളവർ സ്നിഗ്ധശീതാദി ഔഷധങ്ങളോ ആഹാരമോ സേവിക്കുന്നതും ദേശവിരുദ്ധമാണ്. അതുകൊണ്ട് പഴയ ആളുകൾ നിർബന്ധമാക്കിയത് 100 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നിന്നേ കഴിക്കാവൂ. പുതിയ നിയമം വരാൻ പോവുകയാണ്. ഇതൊക്കെ ആ പുസ്തകത്തിൽ കിടക്കുമെന്ന് വിചാരിക്കണ്ട. WHO ഈ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. രോഗം വർദ്ധിച്ചതുകൊണ്ട് ഇറക്കുമതിയൊക്കെ നിർത്താൻ പോവുകയാണ് എല്ലാ രാജ്യങ്ങളുടെയും. അങ്ങനെ തീരുമാനം എടുത്താൽ ആദ്യം പട്ടിണിയാകുന്ന ദേശം കേരളമായിരിക്കും. നമുക്കിവിടെ തിന്നാൻ റബ്ബർ കുരു മാത്രമേ. ഇല്ല, പട്ടി തിന്നുന്നുണ്ട്. പിന്നെ എണ്ണ കമ്പനികൾ കൊണ്ടുപോകും, അത് കുറേയൊക്കെ നിങ്ങൾ കുടിക്കുന്നുണ്ട്. പിന്നെ റബ്ബറെണ്ണ നിങ്ങൾ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പപ്പടം കാച്ചുമ്പോൾ അതുകൊണ്ടല്ലേ പപ്പടം കാച്ചിയ എണ്ണ കറുത്തിരിക്കുന്നത്? ഒന്ന്, റബ്ബറെണ്ണയുടെ സംയോഗവും, 2 പപ്പടത്തിന് ചേർക്കുന്ന അലക്കുകാരവും. ഇതുവരെ മനസ്സിലായിട്ടില്ല. സോഡക്കാരല്ല ചേർക്കുന്നേ, പപ്പടക്കാരല്ല, അലക്കുകാരം. പപ്പടക്കാരൻ നിങ്ങളുടെ കടയിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുമോ? എല്ലാ പാലക്കാട്ടെ പപ്പടക്കാരനും നിങ്ങളുടെ കടയിൽ വന്ന് അലക്കുകാരമാണ്. നിങ്ങൾ ആരോടും പറയത്തുമില്ല. കാരണം ഇവനോട് ചോദിക്കുക, ഇതിന് മാത്രം തുണി അലക്കാനുണ്ടോ? അവൻ തുണി അലക്കുകാരനല്ലല്ലോ. മുഴുവൻ പപ്പടത്തിനാവും. അത് അടുപ്പിലേക്ക് ഇടുമ്പോൾ അറിയാം, കാരം മൊരിയുന്ന മണം വരും. 2, എണ്ണ കറുത്തിരിക്കും. ആ പപ്പടം തിന്നുമ്പോൾ നാവിൽ അതിൻ്റെ ക്ഷാരം ഉണ്ടാവും. ഒരു 5 പപ്പടം വെച്ച് നിങ്ങളുടെ പിള്ളേർ തിന്നാൽ അതിൻ്റെ ക്ഷാരം കാരണം അവൻ വന്ധ്യനായി മാറും. അത് ചിലരൊക്കെ നമ്പൂരി പറഞ്ഞ പോലെ പപ്പടം എനിക്ക് വലിയ ഇഷ്ടമാണ്. എത്ര എണ്ണം കഴിക്കും? ഒരു 50 വരെ. 50 പച്ചയാണെങ്കിൽ. കാച്ചിയാൽ ഇത്രയൊന്നും അല്ലെന്ന്. ആ സൈസിൽ കഴിച്ച് പിള്ളേരുണ്ടാകണമെന്ന് വിചാരിച്ച് നടന്നാൽ വല്ല പ്രയോജനമുണ്ടോ? പിന്നെ വല്ല മെഡിക്കൽ കോളേജിലും പോയി വല്ല അവിടെ പഠിക്കുന്ന പിള്ളേരുടെയോ പിയൂണിൻ്റെയോ ഒക്കെ പിള്ളേരെ വളർത്താവുന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് കാലം. വെച്ചിരിക്കുന്ന ശാസ്ത്രീയമായി നിങ്ങൾക്ക് തരുന്നതാണ്. അതിനുള്ളതായി ബോർഡ് മുഴുവൻ NH നോക്കിയ മുഴുവൻ ബോർഡാ ഇങ്ങോട്ട് പോരാൻ.
ഒരു ഖേദവും വേണ്ട, ഞങ്ങളിതൊക്കെ റെഡിയാക്കി തന്നേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കിട്ടുന്ന കാലം. പണ്ടുള്ളവർ പറയുമായിരുന്നു അച്ഛനെയും അമ്മയും വരെ കുന്നംകുളം ചന്തയിൽ കിട്ടുമെന്ന്. ഇപ്പം ചന്തയ്ക്കൊന്നും പോകണ്ട, ആശുപത്രിയിലോട്ട് പോയാണ്. ആ കാലമായി. അതുകൊണ്ട് ഇത് ദേശവിരുദ്ധം. അത് പിടികിട്ടി. 2 കാലവിരുദ്ധം. ശീതകാലത്ത് ശീതരൂക്ഷാദി ആഹാരങ്ങൾ ശീലിക്കുന്നതും ഉഷ്ണകാലത്ത് കടുരസവും ഉഷ്ണവീര്യവുമുള്ള ആഹാരം കഴിക്കുന്നതും കാലവിരുദ്ധമാവും. 8 വിരുദ്ധങ്ങളാണ് ചരകാചാര്യൻ പറഞ്ഞത്. വിരുദ്ധത്തിൻ്റെ ഫലം ഞാൻ ആദ്യം എടുത്തതാണ്, ഓർമ്മയുണ്ടാവും. വിരുദ്ധം കൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ കെമിസ്ട്രി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിൽ വിരുദ്ധം അഗ്നിവിരുദ്ധം, മാത്രാവിരുദ്ധം, സാൽമ്യവിരുദ്ധം, വാതാദിദോഷവിരുദ്ധം, സംസ്കാരവിരുദ്ധം, വീര്യവിരുദ്ധം, കോഷ്ടവിരുദ്ധം, ഉപചാരവിരുദ്ധം എന്നിങ്ങനെ ഒരുപാട് വിരുദ്ധങ്ങൾ, വിരുദ്ധ ആഹാരങ്ങളുടെ നീണ്ട പട്ടിക. ഇതെല്ലാം വളരെ ഗംഭീരമായി ഈ അധ്യായത്തിൽ അദ്ദേഹം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഈ വിരുദ്ധങ്ങളെയെല്ലാം നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവയും കൂടെ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതിൽ ഒരു കാര്യം മാത്രം പ്രധാനമായി ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്താം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ക്വിസ് അവർ നടത്തുന്നുണ്ട്. ഒരു ചെറിയ ക്വിസ്, 2-3 ചോദ്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ടത് ഇത് കൂടാതെ കുകലപാചിതം, കർപ്പരപാചിതം, ഭ്രാഷ്ടപാചിതം, അങ്കാരപാചിതം, ഇങ്ങനത് പാകവും പറഞ്ഞിട്ടുണ്ട്. ആവിയിലുണ്ടാക്കുന്നതാണ് കുകലപാചിതം, പുട്ട്, ഇടിയപ്പം, ഇഡലിയൊക്കെ. കർപ്പരപാചിതം ചൂട് പിടിപ്പിച്ച പാത്രത്തിലുണ്ടാക്കുന്ന ദോശ, അപ്പം മുതലായവ. ഭ്രാഷ്ടപാചിതം വറട്ടിയെടുക്കുന്നത്, കടുക് വറുത്തും മറ്റും എടുക്കുന്നത്. കന്ദപാചിതം ചൂളയിൽ ചുട്ടെടുക്കുന്നത്. അങ്കാരപാചിതം കനലിൽ നേരിട്ട് ചുട്ടെടുക്കുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന പോലല്ല സംഭവം. ആവിയിലേതിനേക്കാൾ ഉത്തമം, അതായത് ഇഡലിയേക്കാൾ ഉത്തമം അപ്പവും ദോശയുമൊക്കെയാണ്. കർപ്പരഭാജിതമാണ്. അതിനേക്കാൾ നല്ലതാണ് ഭ്രാഷ്ടപാചിതം, കടുക് വറുത്തെടുക്കുന്ന സാധനം, എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനം. കന്ദപാചിതം അതിനേക്കാൾ നല്ലതാണ്, ചൂളയിൽ ചുട്ടെടുക്കുന്നത്. അതിനേക്കാൾ ഉത്തമമാണ് കനലിൽ ചുട്ടെടുക്കുന്നത്. ഏറ്റവും മോശം ആവിയിലെയാണ്. അതാണ് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ. ഏത് അത് ഏറ്റവും അവസാനം പറഞ്ഞതല്ലേ? അല്ല, ചൂളയിൽ ചുട്ടെടുക്കുന്നത് കന്ദപാചി. അതിനേക്കാൾ ഉത്തമമാണ് നേരിട്ട് കനലിൽ. ഏതായാലും ഇത്രയും സമയം നിങ്ങളിരുന്നു. ഞാൻ അന്നത്തെക്കുറിച്ചുള്ള വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പറഞ്ഞൊന്നും ധരിക്കരുത്. വിരുദ്ധാഹാരങ്ങൾ ഒട്ടു വളരെയാണ്. തേനും നെയ്യും സമമായി എടുത്താൽ വിരുദ്ധമാണ്, അത് മാത്രാവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഈ കമ്പുകളിലും മറ്റും കോർത്തുണ്ടാക്കുമ്പോൾ മയിലിൻ്റെ മാംസവും മറ്റും ആവണക്കിൻ്റെ തണ്ടിലൊക്കെ കോർത്ത് പഴയ ആളുകൾ കഴിക്കുമായിരുന്നു. അത് വിരുദ്ധമാണ്. തൈരും മീനും, പാലും മീനും, പാലും മുതിരയും, പാലും ചക്കപ്പഴവും ഒക്കെ വിരുദ്ധമാണ്. പുളിയുള്ള പദാർത്ഥങ്ങളും പാലും വിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അടിക്കുന്ന എല്ലാ ഷെയ്ക്കും നിങ്ങളുടെ ആരോഗ്യം ഷെയ്ക്കാകാൻ പറ്റിയതാണ്. പിള്ളേരൊരിക്കലും മറ്റേ ഷെയ്ക്കാകുകയില്ല. മനസ്സിലായോ എന്നറിയില്ല. അങ്ങനെ വിരുദ്ധങ്ങൾ ഒട്ടേറെയുണ്ട്. നമുക്ക് അവയ്ക്ക് വേണ്ടി ഇതിൻ്റെ സംഘാടകർ താല്പര്യപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് നന്നായി ബോധിച്ചു എങ്കിൽ
നിങ്ങൾ അവരോട് പറയുക, അതൊരു 2ാം ഭാഗമായി ഞാൻ വെച്ചു തരാം. കാരണം ഭാരതത്തിൻ്റെ അറിവിൻ്റെ ഖനി 10,000-ഓ 50,000-ഓ കൊല്ലം കൊണ്ട് വറ്റാത്ത ഉറവയുള്ളതാണ്. പഠിക്കാൻ സാമാന്യ ബുദ്ധി പോരാ. പിന്നെ ഒരു ചോദ്യം ബാക്കി വരും, യാതൊരു ഉപകരണവുമില്ലാത്ത അന്ന് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ കൈകൂപ്പി പറയാം, ഉത്തരമില്ല. കാരണം അന്ന് കീറിയ കല്ലുകൾ, അന്ന് ഉയർത്തിവെച്ച ഒറ്റക്കൽ തൂണുകൾ, നിങ്ങൾ ഇവിടുന്ന് ആർക്കിടെക്ചറൽ അത്ഭുതങ്ങൾ കാണാൻ വേലൂരേക്ക് പോകുമെങ്കിൽ അവിടെ ഒരു സ്തൂപത്തിനടിയിലൂടെ നിങ്ങൾക്കൊരു പേപ്പറോ ഒരു നൂലോ മാറ്റാം. അപ്പോൾ അതെവിടെയാണ് നിൽക്കുന്നത്? ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം നിറഞ്ഞ ഒരു രാജ്യത്ത് ജനിക്കാനിടയായെങ്കിലും സ്വന്തം രാജ്യത്തോടും സ്വന്തം മാതൃത്വത്തോടും അഭിമാനമില്ലാതാവുകയും അന്യ രാജ്യത്തിൻ്റെ സംസ്കൃതിയോട് അങ്ങേയറ്റത്തെ അഭിമാനം പുലർത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് അന്യരാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു ജനതയുടെ വൃത്തിഹീനമായ ജീവിതമായി മാറിയിട്ടുള്ള ഒരു രാജ്യത്ത് അല്പമെങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങളുടെ പൈതൃകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇട നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ ചരിതാർത്ഥ്യരായിരിക്കും.